Good afternoon. So today we are going to discuss about quantum chromodynamics. നമ്മൾ ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് കോക്ക് മോഡൽ ഡിസ്കസ് ചെയ്തു അല്ലേ? അതായത് കോക്സിന്റെ എന്താണ് ബേസിക് ആയിട്ട് എത്ര കോക്സുകളുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞ അപ്പ് കോർക്ക്, ഡൗൺ കോർക്ക്, ദെൻ ടോപ്പ് കോർക്ക്, ബോട്ടം കോർക്ക്, സ്ട്രേഞ്ച് കോർക്ക്, ചാം കോർക്ക്, ഇങ്ങനെ എന്താണ് 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോക്സ് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ അത് വെച്ചിട്ട് എന്താണ് കോക്സ് മോഡൽസ് പറഞ്ഞു അല്ലെ? ബേസിക് ആയിട്ടുള്ള കോക്ക് മോഡൽ UDS ഒരു ട്രയാങ്കുലർ 8 ഫോൾഡ് വേ പാറ്റേൺ ആയിരുന്നു അല്ലെ? ഒരു ട്രയാങ്കുലർ 8 ഫോൾഡ് വേ പാറ്റേൺ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. സോ അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു പ്രോട്ടോൺ, ഓക്കെ, പ്രോട്ടോണിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? കോക്ക് കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കോക്ക് കോമ്പോസിഷൻ എന്ന് പറയുന്നത് UUD ആണ് അല്ലെ? ഇറ്റ് ഈസ് എ പ്രോട്ടോൺ. ഇനി ഒരു ന്യൂട്രോൺ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് UUDD. That means 1 up cork and 2 down cork. സോ ഇങ്ങനെയാണ് സ്ട്രക്ചർ. അപ്പൊ നമുക്കറിയാം ഈ പ്രോട്ടോണും ന്യൂട്രോണും ഇവരൊക്കെ എന്താണ്? ദേ ആർ ദ ബേരിയോൺസ്. അവരൊക്കെ എന്താണ്? ബേരിയോൺ പാർട്ടിക്കിൾ ആണ്, വിച്ച് മീൻസ് ദേ ഹാവ് ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ആൻഡ് ദേ ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അവർ എന്ത് ഒബേ ചെയ്യുന്നവരാണ്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നവരാണ്. സോ വി നോ ദാറ്റ് വാട്ട് യു മീൻ ബൈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്താണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്? എന്താണ്? നോ ടു ഫെർമിയോൺസ് ക്യാൻ എക്സിസ്റ്റ് ഇൻ ദ സെയിം ക്വാണ്ടം സ്റ്റേറ്റ് അല്ലെ? ഒന്നിൽ കൂടുതൽ എന്താണ് ഫെർമിയോൺ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ എൻറ്റിറ്റീസിന് എന്താണ് സെയിം ക്വാണ്ടം സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് അവർക്ക് ഡിഫറെന്റ് ആയിരിക്കണമല്ലോ. ഇപ്പൊ ഈ പ്രോട്ടോണിന്റെ കേസ് നോക്കിയപ്പോ ഇവിടെ 2 അപ്പ് കോർക്ക് ഉണ്ട് അല്ലെ? 2 അപ്പ് കോർക്കും ഒരു ഡൗൺ കോർക്കും ആണുള്ളത്. ദാറ്റ് മീൻസ് ഈ 2 അപ്പ് കോർക്കിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഒരു ഫാക്ടർ ഉണ്ടോ? ദാറ്റ് മീൻസ് രണ്ടും അപ്പ് കോർക്കാണ് അല്ലെ? ദെൻ 1 ഡൗൺ കോർക്ക്. അതുപോലെ തന്നെ ഈ ന്യൂട്രോണിൽ നോക്കിയാൽ there are 2 ഡൗൺ കോർക്സ്. സോ ഇവരെ തമ്മിൽ കാറ്റഗറൈസ് ചെയ്യാൻ, രണ്ടും ഡൗൺ കോർക്ക് തന്നെയാണ്, അവരെ തമ്മിൽ കാറ്റഗറൈസ് ചെയ്യാൻ എന്തെങ്കിലും എന്താണ് ഡിഫറൻസസ് ഉണ്ടോ? ഇറ്റ് മേ ബി ലൈക്ക് എനി ചാർജ് ഓർ സ്പിൻ. ദാറ്റ് മീൻസ് ഈ പ്രോട്ടോണിലുള്ള 2 അപ്പ് കോർക്കിനും അവരുടെ ചാർജ് എന്താണ്? +2/3 ആണ്. രണ്ടുപേരുടെയും +2/3 ആണ്. രണ്ടുപേരുടെയും സ്ട്രേഞ്ച്നെസ് എന്ന് പറയുന്നത് 0 ആണ് അല്ലെ? ഇവിടെയും അതുപോലെ തന്നെ ഈ 2 ഡൗൺ കോർക്കിന്റെയും ചാർജ് എന്ന് പറയുന്നത്, ഡൗൺ കോർക്കിന്റെ ചാർജ് എത്രയാ? -1/3 ആണ്. രണ്ടിന്റെയും സ്ട്രേഞ്ച്നെസ് നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് മീൻസ് ഇവർക്ക് എന്താണ്? ഇവരുടെ എല്ലാതും സെയിം ആണ്. ഇവരെ തമ്മിൽ കാറ്റഗറൈസ് ചെയ്യാൻ വി നീഡ് സം അതർ തിങ് അല്ലെ? അപ്പൊ അവിടെയാണ് നമ്മളുടെ ക്വാണ്ടം ക്രോമോഡൈനാമിക്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോ നമുക്ക് ഒമേഗ മൈനസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾ നോക്കി. ഇറ്റ് ഈസ് എ ഹൈപ്പറോൺ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ ബേരിയോൺ പാർട്ടിക്കിൾ അല്ലെ? സോറി, ഇറ്റ് ഈസ് ഇതാണ് ഹാഫ് ഇന്റഗ്രൽ സ്പിന്നല്ല, ഒരു ഫെർമിയോൺ പാർട്ടിക്കിൾ ആണ് എന്ന് പറയുന്നത് നമ്മളുടെ ഒമേഗ മൈനസ് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് S ആണ്. ദാറ്റ് മീൻസ് എന്താണ്? 3 എന്താണ്? സ്ട്രേഞ്ച് കോർക്കാണ് അല്ലെ? 3 സ്ട്രേഞ്ച് കോർക്കാണ്. നോക്കിയേ ഇവിടെ പറയുന്നുണ്ട് the omega minus all quark SS have spin half and they all are fermions. So according to Pauli's exclusion principle, we know that no 2 fermions can exist in the same state have these 3 strangeness quark of omega minus അല്ലെ? അപ്പോ അങ്ങനെ ഈ 3 സോ ഇവരെ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അല്ലെ? ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് എന്താണ്? we need to some other quantum number അല്ലെ? unless some other quantum number distinguish each of quark in one particle. ഇപ്പോ നമ്മളുടെ ഒമേഗ മൈനസ് നോക്കുകയാണെങ്കിൽ എന്താണ്? 3 സ്ട്രേഞ്ച് കോർക്കാണ് അല്ലെ? they have the same charge of -1/3 and same strangeness number of -3 അല്ലെ? സോ ഇവരുടെ എന്താണ് തമ്മിൽ ഇതാക്കാൻ we need to some other
quantum number. Here comes the importance of quantum chromodynamics. So what do you mean by quantum chromodynamics? Before going to that, we need to study what is quantum electrodynamics. Okay, before moving on to that, we need to study quantum electrodynamics. That means quantum chromodynamics, quantum electrodynamics similar ആണ്, analog ആണ്. That means quantum chromodynamics strong interactions ആണെങ്കിൽ ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻസിലാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ എന്താണ് അവരുടെ ഇന്ററാക്ഷൻസിൽ, അവർക്കിടയിലുള്ള ഇന്ററാക്ഷൻസിലാണ് ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് the strong interaction between quarks. Quarks really strong interaction ulladu. So, okay, before that, സോ ക്വാണ്ടം ക്രോമോഡൈനാമിക്സിൽ നമ്മൾ അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരെ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കിയ ഒന്നാണ് കളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ ആ ഒരു കളർ വെച്ചിട്ട് ആ ഒരു ദാറ്റ് മീൻസ് ഇപ്പോൾ ഇലക്ട്രിക്കൽ ചാർജ് ഒക്കെ പോലെ, ഇപ്പോൾ എന്താണ് ഇലക്ട്രോ ഡൈനാമിക്സിലാണെങ്കിൽ നമ്മൾ എന്താണ് ചാർജ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെ. ഇപ്പൊ ഈ ഒരു ഇലക്ട്രോൺ എടുക്കുക, അതിന്റെ ചാർജ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെ. അതുപോലെ കോക്സുകളുടെ ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത് കളർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെ, അങ്ങനെ ഒരു പ്രോപ്പർട്ടി എന്തിനു കൊടുത്തു? അതായത് നമ്മളുടെ ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിൽ ക്യൂഇഡിയിൽ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ എന്ത് ചെയ്തു QCDയിൽ ക്വാണ്ടം ക്രോമോഡൈനാമിക്സിൽ കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മുടെ കോക്സിന് കൊടുക്കണം. ഓക്കെ, അത് വെച്ചിട്ട് ഓരോ കോക്സും എന്ത് ചെയ്യുന്നു ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റുന്നു. സോ ദർ ആർ, ഇപ്പൊ നമുക്കറിയാം ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് രണ്ട് ടൈപ്പ് ചാർജുകളാണ് ഉള്ളത് അല്ലെ. ഇപ്പൊ ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം അല്ലെ. ഈ രണ്ട് ഇലക്ട്രിക്കൽ ചാർജസ് ആണ് നമുക്കുള്ളത്. ഇനി നമ്മൾ എന്താണ് ക്രോമോഡൈനാമിക്സിലോട്ട് വരുമ്പോൾ നമുക്ക് 3 ടൈപ്പ് കളേഴ്സ് ആണുള്ളത്. 3 types ഓഫ് കളേഴ്സ് വിച്ച് ആർ റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. റെഡ്, ബ്ലൂ, ഗ്രീൻ ഇങ്ങനെ 3 കളേഴ്സുകളാണ് നമുക്കുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ, ഗ്രീൻ. ഓക്കെ, സോ ഇലക്ട്രോഡൈനാമിക്സിലാണെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജസ് ആണ്. ആ ഇലക്ട്രിക്കൽ ചാർജ് എന്തൊക്കെ ആവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ദെൻ നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ സ്ട്രോങ് ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ കോക്സിലോട്ട് വരുമ്പോൾ എന്താണ് റെഡ്, ബ്ലൂ, ഗ്രീൻ ഇങ്ങനെ 3 കളേഴ്സ് ആണ് വിത്ത് ദയർ ആന്റി കളേഴ്സ്. ഓക്കെ, ആന്റി കോക്സ് കളർ, ഇവരുടെ ആന്റി കളേഴ്സ് ഉണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും? ആന്റി റെഡ്, ആന്റി ബ്ലൂ, then ആന്റി ഗ്രീൻ. ഓക്കെ, ഇങ്ങനെ ഒരു 6 കളേഴ്സ്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തിനു കൊടുക്കുന്നത്? കോക്സിന് കൊടുക്കുന്നത്. ഓക്കെ, കളേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരെ നമ്മളെ കളർ ചാർജസ് എന്നും കൂടെ പറയും. ഓക്കെ, കളർ ചാർജസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തിനു കൊടുക്കുന്നത്? കോക്സിന് കൊടുക്കുന്നത്. ഓക്കെ, റെഡ്, ബ്ലൂ, ഗ്രീൻ അല്ലെങ്കിൽ എന്താണ് ആന്റി റെഡ്, ആന്റി ബ്ലൂ ആൻഡ് ആന്റി ഗ്രീൻ. ഓക്കെ, ദിസ് 6 കളേഴ്സ്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഇങ്ങനെ എന്താണ് കളേഴ്സ് കൊടുക്കല്ലേ. കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് നമുക്കറിയാം എന്താണ് നമ്മുടെ പ്രോട്ടോൺ. ഓക്കെ, പ്രോട്ടോൺ എന്ന് പറയുന്നത് എടുക്കുക. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ 2 അപ് കോർക്കും 1 ഡൗൺ കോർക്കും ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. 2 അപ് കോർക്കും 1 ഡൗൺ കോർക്കും. അപ്പൊ നോക്കിയേ, ഇത് കോക്സ് ഏതൊക്കെ കളറാണ് ഉണ്ടാകുക? റെഡ്, ബ്ലൂ, ഗ്രീൻ അല്ലെ. കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ ഫിസിക്കലി ഇറ്റ് ഈസ് ഇൻ ദ ക്വാണ്ടം വേൾഡ്, റൈറ്റ്. അപ്പൊ നമ്മൾ കളർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫിസിക്കലി നമ്മൾ ഇവിടെ ഇപ്പത്തെ നമ്മുടെ മാക്രോ വേൾഡിലെ കളേഴ്സുമായിട്ട് ഇതാക്കരുത്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ജസ്റ്റ് ഗിവൻ ടു ദാറ്റ് ക്വാണ്ടം പാർട്ടിക്കിൾസ്. ഓക്കെ, സോ എന്താണ് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാ പ്രോട്ടോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതല്ലേ. സോ ഇവിടെ എന്തായിരിക്കും? ഒരു അപ്പോർക്ക് എന്താണ് ഇറ്റ് ഈസ് ഇൻ ദ റെഡ് കളർ ആൻഡ് the other up cork is in the blue color and the other cork is in the down cork is in the
റെഡ് ഗ്രീൻ കളർ. ഓക്കെ, ദാറ്റ് മീൻസ് ടോട്ടൽ എന്തായിരിക്കും, ടോട്ടൽ കളർ എപ്പോഴും എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. ടോട്ടൽ കളർ എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. റെഡ്, ബ്ലൂ, ഗ്രീൻ. ഓക്കെ, മൂന്നില്ലേ. ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോ ഓരോ ബോക്സിനും അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. ഇപ്പൊ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അവിടെ ഒബേ ചെയ്തു. ദാറ്റ് മീൻസ് എല്ലാത്തിനും എന്താണ്, ഒന്നിനും ഒരേപോലത്തെ സ്റ്റേറ്റിലല്ലോ. ഇപ്പൊ നോക്കിക്കേ, ഈ ഒരു അപ്കോർക്കിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചാർജ് +2/3 ആണ്, അതിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ 0 ആണ്, പക്ഷെ അതിന്റെ കളർ എന്ന് പറയുന്നത് ഇതാണ്, ബ്ലൂ ആണ്. ആൻഡ് ഇതിൻ്റെതോ, ഈ അപ്കോർക്കിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർജ് +2/3 ആണ്, ദെൻ സ്ട്രേഞ്ച്നെസ് നമ്പർ 0 ആണ്, ആൻഡ് അതിന്റെ കളർ ചാർജ് എന്ന് പറയുന്നത് റെഡ് ആണ്. നോക്കിക്കേ, സോ രണ്ടിനും സെയിം അല്ല, രണ്ടിനും എല്ലാ ക്വാണ്ടം സ്റ്റേറ്റും സെയിം അല്ലല്ലോ. ഓക്കെ, രണ്ടിനെയും കളർ പ്രോപ്പർട്ടി രണ്ട് അപ്കോർക്കിന്റെയും അവിടെ ഡിഫറെന്റ് ആയി. ഓക്കെ ആണോ? സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെർമിയോൺസിൽ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യിക്കാം. സോ അപ്പൊ ഇവിടെ നോക്കിയേ, ഈ അപ്കോർക്ക് അപ്പൊ എന്താണ് ഇപ്പോ, ഓക്കെ, സോ പ്രോട്ടോൺ. അപ്പൊ അതില് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു അപ്കോർക്കും വീണ്ടും ഒരു അപ്കോർക്കും, ദെൻ അഗൈൻ എ ഡൗൺ കോർക്ക് അല്ലെ. സോറി, ഓക്കെ, ഡൗൺ കോർക്ക് ഈസ് ഇൻ ദ ഗ്രീൻ. ദിസ് ഇസ് എ പ്രോട്ടോൺ, ദാറ്റ് ഈസ് UUD അല്ലെ, UUD. ദെൻ ഇതുപോലെയാണ് ഒരു ന്യൂട്രോൺ ആണെന്നുണ്ടെങ്കിൽ അതിലും എന്താണ്, ഓക്കെ, ഒരു അപ്പ് കോർക്ക്, ദെൻ ഒരു ഡൗൺ കോർക്ക്, അഗെയിൻ ഒരു ഡൗൺ കോർക്ക്. സോ ദിസ് ഈസ് എ ന്യൂട്രോൺ. നോക്കിക്കേ, ഇവിടെ 3 കോക്സിന്റെയും, നമുക്കറിയാം ബേരിയോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് 3 കോക്സ് അല്ലെ. അപ്പോ അത് നമ്മളുടെ ന്യൂട്രോൺ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, 1 അപ്പ് കോർക്ക് ആൻഡ് 2 ഡൗൺ കോർക്ക്, 1 അപ്പ് കോർക്ക് ആൻഡ് 2 ഡൗൺ കോർക്ക്. ബട്ട് ആ 3 കോക്സിനെയും അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന, ആ ഒരു കാറ്റഗറൈസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ കളറാണ് അല്ലെ, അതിന്റെ കളർ ചാർജ് അല്ലെങ്കിൽ കളറാണ്. എങ്ങനെയാണ് മൂന്നും എപ്പോഴും എന്തായിരിക്കും, ഒരു ബേരിയോൺ പാർട്ടിക്കിളിൽ കളർ എന്ന് പറയുന്നത് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, എപ്പോഴും എന്തായിരിക്കും, അത് കൺസേർവ്ഡ് ആയിരിക്കും, വിച്ച് മീൻസ് എന്താണ്, റെഡ്, ബ്ലൂ, ഗ്രീൻ മൂന്നുണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ, നൗ നമ്മൾ പറഞ്ഞു എന്താ, ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിന് അനലോഗ് ആണ് അല്ലെ. ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിന് അനലോഗ് ആണ് ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിൽ നമ്മൾ എന്താ പറയുന്നത്, ദാറ്റ് മീൻസ് നമുക്കറിയാം എന്താണ്, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇന്ററാക്ഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. അതായത് ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെയാണ് ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ഇന്ററാക്ഷൻ നടക്കുന്നത് അല്ലെ, അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്നത്. എന്താണ്, അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഫീൽഡ്, നമ്മൾ എന്താണ്, 4 ടൈപ്സ് ഓഫ് 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് അല്ലെങ്കിൽ 4 ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഗ്രാവിറ്റേഷണൽ ഇന്ററാക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ, വീക്ക് ഇന്ററാക്ഷൻ, സ്ട്രോങ് ഇന്ററാക്ഷൻ. അപ്പൊ അങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് എന്താണ് ഫീൽഡിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലെ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, ആരൊക്കെ, ഇലക്ട്രോണ് അല്ലെങ്കിൽ പോസിട്രോണ് ഇല്ലേ, ഇങ്ങനെ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ അവര് തമ്മിൽ, ഈ 2 പാർട്ടിക്കിൾസ് തമ്മിൽ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ അട്രാക്ട് ആയിക്കോട്ടെ റിപ്പൽഷൻ ആയിക്കോട്ടെ, ആ ഒരു ഇന്ററാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ഫണ്ടമെന്റൽ ഫോഴ്സസ്, ഏതൊരു ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻ ആയിക്കോട്ടെ, അവിടെ എന്താണ് ആക്ച്വലി ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ നടക്കുന്നത്, ദർ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് ആണ് അല്ലെ. എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് എക്സ്ചേഞ്ച് ചെയ്യാണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. ദാറ്റ് മീൻസ് ഇപ്പൊ 2 പാർട്ടിക്കിൾസ് തമ്മിൽ എന്താണ്, ഒരു ഫോഴ്സ് വെച്ചിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് വെച്ച് അവരെന്താണ്, ആ ഒരു ഫോഴ്സിന്റെ ഫലമായിട്ട് അവർ അട്രാക്ട് ചെയ്യായിക്കോട്ടെ റിപ്പിൾ ചെയ്യായിക്കോട്ടെ, എന്തായാലും അവിടെ എന്താ നടക്കുന്നത്, ദർ ഇസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ്. ഒരു പാർട്ടിക്കിൾസ് എന്താണ് അവർക്കിടയിൽ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അങ്ങനെ നമ്മൾ പറഞ്ഞു എന്താണ്, അത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ ഏതാണ്,
ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ ഫോട്ടോൺ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഫോട്ടോൺ ആയിരിക്കും. ഇനി ഒരു സ്ട്രോങ് ഇന്ററാക്ഷൻ ആണെങ്കിൽ, സ്ട്രോങ് ഇന്ററാക്ഷൻ ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്ലൂവോൺ. അതെന്തായിരിക്കും? ഗ്ലൂവോൺ ആയിരിക്കും. ഇനി ഒരു ഗ്രാവിറ്റേഷണൽ ഇന്ററാക്ഷൻ ആണെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്താണ്? ഗ്രാവിറ്റോൺ ആണ്. ഇനി ഒരു വീക്ക് ഇന്ററാക്ഷൻ ആണെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ ഇറ്റ് ഈസ് W+ ഓർ Z0 എക്സെട്ര, അങ്ങനെയാണ് അല്ലെ. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഇന്ററാക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഫോഴ്സ് ഫീൽഡ് ആണെങ്കിലും അവിടെയുള്ള ആ പാർട്ടിക്കിൾസിനെ അവരെ തമ്മിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന, മേ ബി അവരെ തമ്മിൽ റിപ്പൽ ഏൽപ്പിക്കുന്നത്, എനിവേ എന്തായാലും ആ ഒരു ഫോഴ്സ് ഫീൽഡിൽ അവർ നിൽക്കുമ്പോൾ ആ രണ്ട് പാർട്ടിക്കിൾസിനെയും ഇത് ചെയ്യുന്നത്, ബൗണ്ട് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ആ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ എന്താണ്? ദർ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾ. പാർട്ടിക്കിൾ ഈസ് എക്സ്ചേഞ്ചിങ് ഇൻ ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ എന്താണ്? ഇതുപോലെ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ഇന്ററാക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഓക്കെ, ഇവിടെ ഈ ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സ് ആയിക്കോട്ടെ, ഈ എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾസിനെ നമ്മൾ എന്താണ്, അവരുടെ ആ എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ആ ഇന്ററാക്ഷനെ നമ്മളെ ഡയഗ്രാംസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ആ ഒരു ഡയഗ്രാം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന ആളാണ് ഫെയ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫെയ്മാൻ ആണ് എന്താണ് ഇങ്ങനെ ഡയഗ്രാംസ് ആയിട്ട് ഇത് കണ്ടോ, ഇതൊരു ഡയഗ്രമാറ്റിക് ഫെയ്മാന്റെ ഒരു ഡയഗ്രാം ആണ്. ഇങ്ങനെ ഫെയ്മാൻ ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഇന്ററാക്ഷൻസിലെ എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഫെയ്മാൻ ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മളത് ഇതാക്കുന്നത്. ഫെയ്മാൻ അത് എന്ത് ചെയ്തത്? 1948 അദ്ദേഹം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഫെയ്മാൻ ഡയഗ്രാം. ദാറ്റ് മീൻസ് എന്താണ്? ഇന്ററാക്ഷൻ ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ, എങ്ങനെയാണ് സബറ്റോമിക് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. സോ അത് എന്താണ്? ഒരു ഡയഗ്രാമത്തിലൂടെയാണ് അദ്ദേഹം അത് പറയുന്നത്. സോ ഇപ്പൊ നോക്കിയേ, അതിന് കുറച്ച് റൂൾസുകൾ ഉണ്ട്. ആ ഫെയ്മാൻ ഡയഗ്രാം എന്താണ് വരക്കുന്ന സമയത്ത് വി ഹാവ് ടു ഒബേ സം റൂൾസ്. നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ്? ഇതൊരു ഫെയ്മാൻ ഡയഗ്രാം ആണ്. അപ്പൊ അതിൽ നമുക്ക് എന്താണ്? എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ ഉണ്ടാവൂലേ? ആ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ്, ഇപ്പൊ എന്താണ്? ഇലക്ട്രോണ്, പോസിട്രോണ്, ഇതൊക്കെ എന്താണ്? എക്സ്ചേഞ്ച് ചെയ്യുന്ന ദാറ്റ് മീൻസ് പാർട്ടിക്കിൾസ് ആണ്. ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ എപ്പോഴും എന്താണ്? ലൈൻസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. എവിടെ കണ്ടോ? ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കണ്ടോ? ഒരു ലൈൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ ലൈൻസ് ആയിട്ടാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുക? ഫെർമിയോൺ പാർട്ടിക്കിൾസിനെ റെപ്രസെന്റ് ചെയ്യുക. ഇനി കണ്ടോ, ഈ ആരോ കണ്ടോ? ഡയറക്ഷൻ ഉണ്ടോ? ഇങ്ങനെ ഒരു ഡയറക്ഷൻ കണ്ടില്ലേ? എന്താണ്? ഒരു പാർട്ടിക്കിളിനെ ഞാൻ ഇലക്ട്രോൺ ഇങ്ങനെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ ഇറ്റ് റെപ്രസെന്റ്സ് ദ പ്രോഗ്രസ് ഓഫ് ദ പാർട്ടിക്കിൾ. അതായത് ആ പാർട്ടിക്കിൾ എങ്ങോട്ടാണ് പോകുന്നത് അല്ലെ, ആ ഒരു എന്താണ്? അതിന്റെ പ്രോഗ്രസ് കാണിക്കുന്നതിനാണ് ഈ ആരോ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾ ഒരു ഫോട്ടോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു വേവ് ലൈക്ക് സ്ട്രക്ചർ ആണ് കൊടുക്കുക. ഓക്കെ, ഫോട്ടോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു വേവ് ലൈക്ക് സ്ട്രക്ചർ ആണ്. കണ്ടോ, ഇവിടെ ഒരു ഫോട്ടോൺ കണ്ടോ? ഫോട്ടോൺ എന്ത് ചെയ്തു? എമിറ്റ് ചെയ്തു എന്നുള്ളതാണ്ടോ? ഫോട്ടോണിന് നമ്മളെപ്പോഴും അങ്ങനെ ഒരു വേവ് ലൈക്ക് സ്ട്രക്ചർ ആണ് കൊടുക്കുക. ഇനി എന്താണ്? ഇതുപോലൊരു സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചർ ആണെങ്കിൽ അല്ലെ, ഒരു സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചർ ആണെങ്കിൽ അതെന്തായാലും ഗ്ലൂവോൺസ് ആണ് അവിടെ ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ നമ്മൾ ഇതുപോലെ സ്പ്രിംഗ് ആയിട്ടുള്ള ഇതാണ് യൂസ് ചെയ്യുക. ഇനി ഡോട്ടർ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഹിഗ്സ് ബോസോൺസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഡോട്ടർ ലൈൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്ന സമയത്ത്, ഫെയ്മാൻ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് എന്താണ്? ഒരു ഫെർമിയോൺസ് ആണെന്നുണ്ടെങ്കിൽ ലൈൻസ് ആണ് കൊടുക്കുക, ഫോട്ടോൺ ആണെങ്കിൽ വേവ് ലൈക്ക് സ്ട്രക്ചർ, ഗ്ലൂവോൺസ് ആണെങ്കിൽ സ്പ്രിംഗ്, ദെൻ ഡോട്ടർ ഡയഗ്രാംസ് ആണെങ്കിൽ ഹിഗ്സ് ബോസോൺ. ദെൻ അതുപോലെ തന്നെ ഇത് നമ്മൾ വരക്കുന്നത് കണ്ടോ, ഒരു കോർഡിനേറ്റ് ആക്സിസ് ഇവിടെ കണ്ടോ? ഇതിൽ നമ്മൾ എക്സ് ആക്സിസ് ഒരു സ്പേസ് ടൈം എന്താണ്? കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് നമ്മളത് വരക്കുന്നത്. അത് നോക്കിയേ, ടൈമില് ഇപ്പൊ നമ്മൾ എന്താണ്? സപ്പോസ് ഒരു ടൈമിൽ എന്താണ്? പാസ്റ്റ് ഉണ്ടായിരിക്കും, ഫ്യൂച്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, പാസ്റ്റും ഫ്യൂച്ചറും ഉണ്ടായിരിക്കും.
ഇപ്പൊ നമ്മളൊരു പാർട്ടിക്കിൾ എന്താണ്, ഒരു പാർട്ടിക്കിളിനെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഫ്യൂച്ചറിലോട്ടായിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പൊ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ ആണ് അല്ലെ? ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ആണ്, മ്യൂൺ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ ആണ്. ഇങ്ങനെ പാർട്ടിക്കിൾസിനെ വരയ്ക്കുമ്പോൾ ആരോ എങ്ങോട്ടായിരിക്കും? എപ്പോഴും ഫ്യൂച്ചറിലോട്ടായിരിക്കും ഡയറക്ട് ചെയ്തിരിക്കുക. ബട്ട് ഇഫ് യു ഡ്രോ ആൻ ആന്റി പാർട്ടിക്കിൾ, നമ്മളൊരു ആന്റി പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് ആണ് വരയ്ക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു ഇ പ്ലസ് എന്ന് പറയുന്നത് ഒരു ആന്റി പാർട്ടിക്കിൾ ആണ്. ദാറ്റ് ഈസ് പോസിട്രോൺ അല്ലെ? അങ്ങനെ ഒരു ആന്റി പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഇറ്റ് ഈസ് ഇൻ ദ പാസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ താഴോട്ടായിരിക്കും. എപ്പോഴും എന്തായിരിക്കും? പാസ്റ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും ഇത് ഒരു ആന്റി പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആന്റി പാർട്ടിക്കിൾ ആരോസ് ടുവാർഡ്സ് പാസ്റ്റ്, എപ്പോഴും പാസ്റ്റിലേക്കായിരിക്കും അതിന്റെ ആരോ ഉണ്ടാവുക. ദെൻ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലോട്ടും, ദെൻ ആന്റി പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ എന്തിലോട്ടായിരിക്കും? പാസ്റ്റിലോട്ടും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കൺഫൈൻമെന്റ് ഡയഗ്രാം വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതാണ്? അതിന്റെ ആരോസ്. പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഫ്യൂച്ചറിലോട്ടായിരിക്കും, ദെൻ ആന്റി പാർട്ടിക്കിൾസ് ആണെങ്കിൽ ആരോ എന്ന് പറയുന്നത് പാസ്റ്റിലോട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിലുള്ളത് ദാറ്റ് ഈസ് വേർട്ടെക്സ്. നമ്മൾ വരക്കുന്ന സമയത്ത് നോക്കേണ്ടതാണ്. ഇതാണ് വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, so this is the vertex. That means the vertex means അതായത് രണ്ട് പോയിന്റ്സ് അല്ലെ? എ പോയിന്റ് where two or more than lines connect, ഒന്നിൽ കൂടുതൽ ലൈൻസ് കണക്ട് ചെയ്യുന്നതാണ് വെർട്ടെക്സ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ? This is the vertex. That means ഇപ്പൊ നമ്മളുടെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഒരു ഫോട്ടോണിനെ എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണെങ്കിൽ, ഒരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്നു, ദെൻ അതെന്ത് ചെയ്യുന്നു? ഇതാകും. സോ ദിസ് ഈസ് എ വെർട്ടെക്സ് അല്ലെ? ദിസ് ഈസ് ദ വെർട്ടെക്സ്. ഇവിടെ എന്താണ്? ഇങ്ങനെ കണക്ട് ചെയ്യുന്ന, രണ്ട് കൂടുതൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്? വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇങ്ങനെ സിംഗിൾ വെർട്ടെക്സ് ഉള്ള പാർട്ടിക്കിൾ ഉണ്ട്, ഡബിൾ വെർട്ടെക്സ്. ഇപ്പൊ ഇവിടുത്തെ ഫോട്ടോൺ നോക്കിയേ. ഫോട്ടോൺ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഡബിൾ വെർട്ടെക്സ് ഉള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഫോട്ടോൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട്, ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട്. സോ അങ്ങനെ ഡബിൾ വെർട്ടെക്സ് ഉള്ള പാർട്ടിക്കിൾസ് എന്തായിരിക്കും? വിർച്വൽ പാർട്ടിക്കിൾ. ദേ ആർ ദ വിർച്വൽ പാർട്ടിക്കിൾ. ആൻഡ് എന്താണ്? സിംഗിൾ വെർട്ടെക്സ് ഉള്ള ആളുകൾ ദേ ആർ ദ ഒബ്സർവബിൾ പാർട്ടിക്കിൾസ്. ഓക്കെ, അവരെ നമ്മൾ ഒബ്സർവബിൾ പാർട്ടിക്കിൾസ് എന്നും പറയും. ഇനി ഡബിൾ എന്താണ് വെർട്ടെക്സ് ഉള്ള ആളുകളെ നമ്മൾ എന്ത് പറയും? വിർച്വൽ പാർട്ടിക്കിൾ എന്ന് പറയും. ഡബിൾ വെർട്ടെക്സ് ഉള്ള ആളുകളെ വിർച്വൽ പാർട്ടിക്കിൾ എന്നും, സിംഗിൾ വേർട്ടെക്സ് ഉള്ള ആളുകളെ നമ്മൾ എന്താണ്? ഒബ്സർവബിൾ. അപ്പൊ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്സർവബിൾ പാർട്ടിക്കിൾ ആണ്. ഇറ്റ് ഈസ് ആൻ ഒബ്സർവബിൾ പാർട്ടിക്കിൾ. ആൻഡ് ദെൻ ദ ഫോട്ടോൺ ഈസ് ദ വിർച്വൽ പാർട്ടിക്കിൾ. ബിക്കോസ് ഇലക്ട്രോൺ എന്നുള്ള ഒരു സിംഗിൾ വേർട്ടെക്സ് ഉള്ള, ഇതുപോലെ സിംഗിൾ വേർട്ടെക്സ് ഉള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ ഒബ്സർവബിൾ പാർട്ടിക്കിൾസ് എന്നും ഡബിൾ വേർട്ടെക്സ് അല്ലെ? ഡബിൾ വേർട്ടെക്സ് ഉള്ള ആളുകളെ നമ്മൾ എന്ത് പറയും? ദേ ആർ ദ വിർച്വൽ പാർട്ടിക്കിൾ. സോ ഫോട്ടോൺ ഈസ് എ വിർച്വൽ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് എങ്ങനെയാണ് നമ്മൾ അത് ഫെയ്ൻമാൻ ഡയഗ്രാം വരക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇലക്ട്രോൺ എമിറ്റ് എ ഫോട്ടോൺ എന്നുള്ളതാണ് വിചാരിക്കുക. ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഒരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്യും. സോ അതാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇതാക്കും? നമ്മൾ സ്പേസ് ടൈം ാണ് നമ്മൾ വരക്കുന്നത്. ദെൻ എന്ത് ചെയ്യുന്നു? ഹിയർ സ്പേസ് ആൻഡ് ഹിയർ ഇസ് ദ ടൈം. സോ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ആണ്. സോ നമ്മൾ ആരോ എങ്ങോട്ട് കൊടുക്കണം? ഫ്യൂച്ചറിലോട്ട്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ ആണ്, അതൊരു ആന്റി പാർട്ടിക്കിൾ അല്ല, ഇറ്റ് ഈസ് എ പാർട്ടിക്കിൾ. സോ നമ്മൾ എന്ത് ചെയ്തു? ഫ്യൂച്ചറിലോട്ട് ആരോ കൊടുക്കും. ദെൻ അതെന്ത് ചെയ്യുന്നു? അതൊരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, എമിറ്റ് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് വെർട്ടെക്സ്. ദെൻ അതെന്ത് ചെയ്തു? വീണ്ടും ഫോട്ടോണിനെ എമിറ്റ് ചെയ്തു. ദെൻ അതിന്റെ ഇലക്ട്രോൺ ആയതുകൊണ്ട് വീണ്ടും ആരോ എങ്ങോട്ടാണ്? ഫ്യൂച്ചറിലോട്ടാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫെയ്ൻമാൻ ഡയഗ്രാം വരക്കുന്നത്. ഇനി ഇപ്പൊ ഞാൻ വരച്ചത് ഇലക്ട്രോൺ ആണ്. ഇനി ഇതൊരു പ്രോട്ടോൺ അല്ല, പോസിട്രോൺ
ദാറ്റ് മീൻസ് ആന്റി പാർട്ടിക്കിൾ ഓഫ് ഇലക്ട്രോൺ അല്ലെ. പോസിട്രോൺ എന്താണ് എമിറ്റ്സ്. പോസിട്രോൺ എമിറ്റ്സ് ആൻഡ് എ ഫോട്ടോൺ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? പോസിട്രോൺ ആകുമ്പോൾ ആരോ എങ്ങോട്ട് വരക്കണം? പാസ്റ്റിലോട്ട് വരക്കണം, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ആന്റി പാർട്ടിക്കിൾ. ഓക്കെ, ദെൻ ഇറ്റ് വിൽ എമിറ്റ് എ ഫോട്ടോൺ. അതെന്ത് ചെയ്തു? ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്തു. ദെൻ അത് എഗെയിൻ തിരിച്ചു പോയി. അപ്പോഴും ആരോ എങ്ങോട്ട് വരക്കണം? ആരോ പാസ്റ്റിലോട്ട്, താഴോട്ട് വരക്കണം, ബിക്കോസ് അതൊരു ആന്റി പാർട്ടിക്കിൾ ആണ്. അപ്പൊ അത് ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എങ്ങോട്ടാണ് വരച്ചത്? നേരെ ഫ്യൂച്ചറിലോട്ടാണ് വരച്ചത്. ഓക്കെ, സോ ഇങ്ങനെയാണ്. ഇതിപ്പോ ഏതാണ്? അതായത് ഒരു പോസിട്രോൺ എന്ത് ചെയ്തു? പോസിട്രോൺ പ്ലസ് ഒരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മള് എന്ത് ഒരു ഫെയ്ൻമാൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്താണ് നമ്മളുടെ ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സിലോട് തിരിച്ചു വരിക. QED. ഓക്കെ, ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ്. നമ്മൾ പറഞ്ഞു ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സിൽ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെ, ഹൗ ദേ ഇന്ററാക്ട് അല്ലെ. സോ ഇവിടെ എന്താണ്? ഒരു ഇലക്ട്രോൺ, അഗെയിൻ ആൻ ഇലക്ട്രോൺ അല്ലെ. ഈ രണ്ട് ഇലക്ട്രോൺസുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? അതേ ഇന്ററാക്ട്. രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇന്ററാക്ട് ചെയ്യുന്നത്. യെസ്, അവിടുത്തെ എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോട്ടോൺ ആണ് അല്ലെ. ഒരു ഫോട്ടോൺ ആണ് അവിടുത്തെ എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾ ഏതാണ്? ഫോട്ടോൺ ആണ്. ദാറ്റ് മീൻസ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഫീൽഡ് ആണെങ്കിൽ അവിടുത്തെ പാർട്ടിക്കിളിനെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ബൗണ്ട് ചെയ്യിപ്പിക്കുന്ന അവിടുത്തെ ആ ഫോഴ്സ് കരിയർ എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോൺ ആണ്. ഇറ്റ് ഈസ് ദ ഫോട്ടോൺ. നോക്കിയേ, അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ആരോ മാർക്ക് ഒക്കെ നോക്കിയേ, കറക്റ്റ് അല്ലേ? ഇപ്പൊ ഒരു സ്പേസ് ടൈമിലാണ് നമ്മൾ എന്താണ് ഫെയ്ൻമാൻ ഡയഗ്രാം വരക്കുന്നത്. ഇലക്ട്രോൺ ആയതുകൊണ്ട് കണ്ടോ ഫ്യൂച്ചറിലോട്ട് തന്നെയാണ് എന്താണ് ആരോ കൊടുത്തിട്ടുള്ളത്. ദെൻ എന്താണ് ഇവിടെയും ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? ഫ്യൂച്ചറിലൂടെ തന്നെയാണ്. ഇവരെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇവരുടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ദ ഫോട്ടോൺ. ദെൻ എഗെയിൻ അത് എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. അപ്പോഴും എന്താണ്? ആരോ മാർക്ക് ഒക്കെ ഫ്യൂച്ചറിലോട്ടാണ്, ഇവിടെയും ഫ്യൂച്ചറിലോട്ടാണ്. സോ ഇതാണ് നമ്മളുടെ ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഈ ഒരു സെയിം ഇതിന് അനലോഗ് ആയിട്ട് തന്നെയാണ് നമ്മളുടെ ഇത് വരുന്നത്, ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സ് വരുന്നത്. അവിടെയുള്ള ഡിഫറൻസ് എന്ത് മാത്രമേ ഉള്ളൂ? ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സിൽ നമ്മൾ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ദാറ്റ് മീൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണ് നമ്മൾ അവിടെ ഡീൽ ചെയ്തത്. അവിടെയുള്ള എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾ ഫോട്ടോൺ ആണ്. വെൻ ഇറ്റ് കംസ് ടു ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സ്, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കോക്സ് അല്ലെ. കോക്സുകൾക്കിടയിലുള്ള ഇന്ററാക്ഷൻ ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഗ്ലൂവോൺസ് അല്ലെ. ദാറ്റ് മീൻസ് കോക്സുകൾക്കിടയിലുള്ള ഫോഴ്സ് എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾ ഏതാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഗ്ലൂവോൺ. സോ നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ നമ്മളുടെ കളർ ചാർജ്, കളർ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ആണ് നമ്മളുടെ എന്താണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലെ. കളർ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഈസ് കാൾഡ് ദ കളർ ചാർജ്. യെസ്, ഇപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ ആ സെയിം പറഞ്ഞതാണ് ഇവിടെ വരുന്നത്. ഒരു എന്താണ് റെഡ് കോർക്ക് എന്ത് ചെയ്യുന്നു? റെഡ് കോർക്ക്, ക്യൂ ഓഫ് റെഡ് കോർക്ക് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിൽ നിന്നും വരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു ബ്ലൂ കോർക്ക് എന്ത് ചെയ്യുന്നു? ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നു. ഓക്കെ, റെഡ് കോർക്കും ബ്ലൂ കോർക്കും ഇവരെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇവര് തമ്മിൽ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യിപ്പിക്കുന്നു അല്ലെ. അതായത് നമുക്കറിയാം ഒരു പ്രോട്ടോണിന്റെ അകത്ത് എന്താണ്? ഒരു റെഡ് ഒരു എന്താണ് ബ്ലൂ കോർക്കും ഉണ്ട്, ഒരു റെഡ് കോർക്കും ഉണ്ട്, ഒരു
ഗ്രീൻ കോർക്കും ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ എന്താണ്, ദേ വിൽ ഹോൾഡ് ബൈ ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെ. ഇവരെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വെച്ചിട്ട് ഇവർ ഹൈലി ബൗണ്ടഡ് ആണ്. എങ്ങനെയാണ് അത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ്, എന്താണ്, റെഡ് കോർക്കും ഒരു ബ്ലൂ കോർക്കും അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, ദർ ഈസ് ആൻ ഇന്ററാക്ഷൻ ഓഫ് പാർട്ടിക്കിൾ. ഗ്ലൂവോൺസിനെ നമ്മൾ എങ്ങനെയാണ്, ഇങ്ങനെ സ്പ്രിംഗ് ലൈക്ക് ആണ് കാണിക്കുക അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു ഗ്ലൂവോൺ പാർട്ടിക്കിളിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇവർ തമ്മിൽ ഒരു ഗ്ലൂവോൺ പാർട്ടിക്കിളിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് റെഡ് കോർക്ക് ബിക്കം ബ്ലൂ ആൻഡ് ബ്ലൂ കോർക്ക് ബിക്കം റെഡ്. ഓക്കെ, ആ ഒരു എക്സ്ചേഞ്ച് നടന്നതിന് ശേഷം എന്താണ്, ഇവര് തമ്മിൽ എന്താണ്, ഗ്ലൂവോൺ എന്ന് പറഞ്ഞ പാർട്ടിക്കിളിനെ സ്ട്രോങ് ഇന്ററാക്ഷൻ ഫോഴ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇവരെന്ത് ചെയ്യുന്ന, ആ ഗ്ലൂവോൺ പാർട്ടിക്കിളിനെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ റെഡ് കോർക്കിന്റെയും ബ്ലൂ കോർക്കിന്റെ ഇടയിൽ ഗ്ലൂവോൺ പാർട്ടിക്കിളിനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, റെഡ് കോർക്ക് ബിക്കം ബ്ലൂ കോർക്ക് ആൻഡ് ബ്ലൂ കോർക്ക് ബിക്കം റെഡ് കോർക്ക്. നോക്കിയേ, എന്താണ് നമ്മളുടെ ബ്ലൂ കോർക്ക് എന്തായിട്ട് മാറി, റെഡ് കോർക്കായിട്ട് മാറി. ബ്ലൂ കോർക്ക് എന്തായിട്ട് മാറി, റെഡ് കോർക്ക് എന്തായിട്ട് മാറി, ബ്ലൂ കോർക്കായിട്ട് മാറി. ആൻഡ് ബ്ലൂ കോർക്ക് എന്തായിട്ട് മാറി, റെഡ് കോർക്കായിട്ട് മാറി. ഓക്കെ, സോ അതാണ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ പിന്നീടുള്ള നമ്മുടെ സ്ട്രക്ചർ വരിക. ഇവിടെ നമ്മൾ ഇത് വരെ കാണുന്നുണ്ടെങ്കിൽ റെഡ് എന്തായിട്ട് മാറി, റെഡ് വിൽ ബിക്കം ബ്ലൂ ആയിട്ട് മാറി. ദെൻ ബ്ലൂ വിൽ ബിക്കം റെഡ്, സോറി, ബ്ലൂ ഇറ്റ് വിൽ ബിക്കം റെഡ് ആയിട്ട് മാറി. ദെൻ റെഡ് എന്തായിട്ട് മാറി, റെഡ് ബ്ലൂ ആയിട്ട് മാറി. ദെൻ ഗ്രീൻ. അപ്പോഴും നോക്കിയേ, ടോട്ടൽ കളർ എന്ത് ചെയ്തു, കൺസേർവ് ആയി. ടോട്ടൽ കളർ കൺസേർവ്ഡ് ആയി അല്ലെ. ഇതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ടോട്ടൽ കളർ എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ആ ഒരു ഫോഴ്സ് അവരിൽ നിലനിന്ന് പോകുന്നത് എങ്ങനെയാണ്, ആ ഗ്ലൂവോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ അവിടെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായി, കളർ വീണ്ടും ചേഞ്ച് ആയി. ബട്ട് അതെന്തായി, അഗെയിൻ കൺസേർവ്ഡ് ആയി. കാരണം ബ്ലൂ റെഡ് ആയ സമയത്ത് റെഡ് എന്തായി, ബ്ലൂ ആയി. ഓക്കെ, അല്ലാതെ രണ്ട് റെഡ് വരെ അല്ലെങ്കിൽ രണ്ട് ഗ്രീൻ അങ്ങനെ ഒരു എന്താണ് സ്റ്റേറ്റ് അവിടെ വരുന്നില്ല. ആ ഒരു സെയിം ക്വാണ്ടം സ്റ്റേറ്റ് ഒരിക്കലും വരില്ല അല്ലെ. ആ ഒരു ഗ്ലൂവോൺ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്, അവരുടെ ആ ഒരു കളറിന് എന്ത് ചെയ്യുന്നു, ചേഞ്ച് സംഭവിക്കും. ദാറ്റ് മീൻസ് എന്താണ്, ഡിഫറെന്റ് കളേഴ്സുകൾ ആക്ച്വലി ഇവിടെ എന്താ ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഡിഫറെന്റ് കളേഴ്സ്, ഇപ്പോ നമ്മൾ പറഞ്ഞു എന്താണ്, ചാർജുകൾ ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സിലോട്ട് വരുമ്പോൾ ചാർജുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്ലസ് ചാർജും ഒരു മൈനസ് ചാർജും എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു പ്ലസ് ചാർജും ഒരു മൈനസ് ചാർജും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്താണ്, ഈ കളേഴ്സുകൾ അല്ലെ, ഈ ബ്ലൂവും റെഡും ഗ്രീനും കളേഴ്സുകൾ അവരെന്ത് ചെയ്യുന്നു, പരസ്പരം അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഞാൻ പറഞ്ഞു എന്താണ്, പോസിറ്റീവ് പ്ലസ് ചാർജും മൈനസ് ചാർജും അവര് എന്താണ്, അവർക്കിടയിലുള്ള ആ ഫോഴ്സ് അല്ലെ, അവർക്കിടയിലുള്ള ഫോഴ്സ് നോക്കിയേ, അവര് തമ്മിലുള്ള ദൂരം കൂടുന്തോറും അവര് എന്താണ്, അവര് ഇപ്പൊ നല്ല എന്താണ് അകന്നാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മളൊരു പ്ലസ് ചാർജും ഒരു മൈനസ് ചാർജും എടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, രണ്ടുപേരെയും നമ്മൾ ഈ പ്ലസ് ചാർജിന് ഇങ്ങോട്ടും അതുപോലെ മൈനസ് ചാർജിന് ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്തു, പുൾ ചെയ്തു. പുൾ ചെയ്ത സമയത്ത് ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായി, ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് നല്ല രീതിയിൽ എന്ത് ചെയ്തു, കൂടി. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ് ഇവർ നിൽക്കുന്നത് വിചാരിക്കുക. അപ്പോ ദാറ്റ് മീൻസ് അവരുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് ചെയ്തു, വീക്കൻ ചെയ്തു അല്ലെ. അവർക്കിടയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് ചെയ്തു, കുറഞ്ഞു. ബിക്കോസ് നമ്മൾ രണ്ടുപേരെയും പരസ്പരം പിടിച്ചു വലിച്ചു അല്ലെ. ഇതാണ് നമ്മളുടെ QED-യിൽ സംഭവിക്കുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ക്വാണ്ടം ക്രോമോഡൈനാമിക്സ്, ക്വാണ്ടം ക്രോമോഡൈനാമിക്സിലോട്ട് വരുമ്പോൾ എന്താണ്, നമ്മളുടെ കോക്സുകൾക്കിടയിലും ഇതുപോലെ എന്ത് ചെയ്യാണ്, ഇപ്പൊ UUD എന്ന് പറയുന്ന ഈ കോർക്ക് അല്ലെ, പ്രോട്ടോൺ, ഇതിലുള്ള ഈ കോക്സുകൾ തമ്മിൽ നമ്മൾ ഇതേപോലെ പരസ്പരം നമ്മൾ എന്ത് ചെയ്തു, ഫാർ അപ്പാർട്ട് പുൾ ചെയ്ത് കഴിഞ്ഞാൽ അവര് തമ്മിലുള്ള സ്ട്രെങ്ത് വീക്കൻ ചെയ്യല്ല ചെയ്യുന്നത്, പകരം ഇറ്റ് വിൽ ബിക്കം സ്ട്രെങ്തൻ. അതെന്താണ്, ഒന്നും കൂടെ സ്ട്രെങ്തൻ ആവാണ് ചെയ്യുക. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷനിലെ QED-യിലെ നേരെ ഓപ്പോസിറ്റ് ആണ് QCD-യിൽ. ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സിലാണെങ്കിൽ എന്താണ്, അതായത് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിനിടയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് വീക്കൻ ചെയ്യും. എപ്പോഴാ വീക്കൻ ചെയ്യുന്നത്, അതായത് അവർക്കിടയിലുള്ള അവരെ നമ്മൾ ഫാർ അപ്പാർട്ട് പുൾ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ എന്താണ്, കോക്സുകൾക്കിടയിലുള്ള സ്ട്രെങ്ത് എന്താണ്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എപ്പോ, വെൻ ദേ പുൾ അപ്പ് ഫാർ അപ്പാർട്ട്. ദാറ്റ് മീൻസ് ഒരു പ്രോട്ടോണിന്റെ കേസ് തന്നെ എടുക്കാം. പ്രോട്ടോണിൽ നമുക്കറിയാം UUD അല്ലെ. നമുക്ക് വ്യൂസ് കളേഴ്സ്
U, 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 then we have D. Okay, ഇങ്ങനെയുള്ള ഓക്കെ ഇതാണ് നമ്മളുടെ പ്രോട്ടോൺ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ് ഈ മൂന്ന് കോക്സുകളും തമ്മിൽ എന്തുണ്ട്? ഈ മൂന്ന് കോക്സുകളും തമ്മിൽ സ്ട്രോങ് ഫോഴ്സ് ഉണ്ട്. ആ സ്ട്രോങ് ഫോഴ്സിന് കാരണം ആരാണ്? ഗ്ലൂവോൺ ആണ്. അല്ലെ, സിമ്പിൾ ആണ് ഈ കൺസെപ്റ്റ്. അതായത് ഇവര് മൂന്ന് പേർക്കിടയിൽ എന്താണ് ഈ ഗ്ലൂവോൺ ഇങ്ങനെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഓരോ പ്രാവശ്യം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ഈ കോർക്ക് ഈ റെഡ് കോർക്ക് അപ്പൊ എന്താവും? ഗ്രീൻ ആയെങ്കിൽ ഗ്രീൻ ആയാൽ ദെൻ എന്ത് ചെയ്യും? ഈ ബ്ലൂ എന്നുള്ളത് റെഡ് ആവും. ദെൻ ഈ ഗ്രീൻ ഡൗൺ കോർക്ക് എന്തായിട്ട് മാറും? അപ്പോ ബ്ലൂ ആയിട്ട് മാറും. ഇങ്ങനെ എന്ത് ചെയ്യും? ആ കളർ എപ്പോഴും കൺസേർവ്ഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലെ, ഈ കളർ എപ്പോഴും കൺസേർവ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കും. ബട്ട് എന്താണ് അതിന്റെ റിസൾട്ട് ആണ് ആസ് എ റിസൾട്ട് ഓഫ് ദ എക്സ്ചേഞ്ച് ഓഫ് ദാറ്റ് ഗ്ലൂവോൺ പാർട്ടിക്കിൾ. ആക്ച്വലി ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഇവരെ നമ്മൾ മാക്സിമം പുൾ ചെയ്തു. ദാറ്റ് മീൻസ് ഈ ഒരു പ്രോട്ടോണിന്റെ ഡയമീറ്ററിന്റെ അത്രയും എന്താണ് നമ്മൾ ഇവരെ പുൾ ചെയ്തു. ഡയമീറ്ററിന്റെ അത്രയും ഇവരെ നമ്മൾ എന്ത് ചെയ്തു? പരസ്പരം പുൾ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, യു ഡി. അങ്ങനെ ആണെങ്കിൽ കൂടി അവർക്കിടയിലുള്ള ഫോഴ്സ് കൂടുകയാണ് ചെയ്യാന്ന് പറഞ്ഞത്. അതായത് സ്ട്രെങ്തൻ ചെയ്യാണ്. ഡിസ്റ്റൻസ് കൂടും തോറും ഇവർക്കിടയിലുള്ള സ്ട്രെങ്ത് എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് തിങ്ക് ലൈക്ക് റബ്ബർ ബാൻഡ്. നമ്മളിപ്പോ ഒരു റബ്ബർ ബാൻഡ് നമ്മൾ എന്താണ് അത് ഇങ്ങനെ ലൂസ് ആക്കിയിടുന്ന സമയത്ത് അത് എന്താണ് അത്ര വലിയ ഫോഴ്സ് ഇല്ല. ഓക്കെ, എന്നാലും അവർ തമ്മിൽ ഇതുണ്ട്. പക്ഷെ നമ്മളത് ഇല്ല, നമ്മളിങ്ങനെ അത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു റബ്ബർ ബാൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മോർ ഫോഴ്സ് അല്ലേ ഫീൽ ചെയ്യുന്നത്? ഒരു റബ്ബർ ബാൻഡിനെ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ ഫോഴ്സ്, അല്ലെങ്കിൽ അത് കൂടുതൽ എന്താണ് അട്രാക്റ്റഡ് ആയ പോലെ ഫോഴ്സ് ഇല്ല പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെയാണ് ഇതിലും കോക്സിലും സംഭവിക്കുന്നത്. ഓക്കെ, കോക്സുകൾ കൂടുതൽ, അതായത് ദാറ്റ് മീൻസ് നമ്മൾ എന്താണ് ഒരു കോക്കിനെ ഫ്രീ ആക്കാൻ നോക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോ പ്രോട്ടോണിൽ യു ഡി എന്ന് പറയുന്ന ഈ മൂന്ന് കോക്സ് ഉണ്ട്. ഇവരെ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഒരു ഫ്രീ കോർക്ക് കൺഫൈൻമെന്റ് എന്തെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലേ. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലോട്ട് വരുമ്പോൾ കോക്സിനെ നമ്മൾ ഫ്രീ ആക്കാൻ നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇവരെ മാക്സിമം എന്താണ് ഫാർ അപ്പാർട്ട് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്യിപ്പിക്കും തോറും അവർക്കിടയിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞത്? സ്ട്രെങ്തൻ ചെയ്തു വരികയാണ്. ഓക്കെ, അവർക്കിടയിലുള്ള ഫോഴ്സ് സ്ട്രെങ്തൻ ചെയ്തു വരികയാണ്. അങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോക്സിനെ ഫ്രീ ആക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മാക്സിമം ഫോഴ്സ് കൊടുത്താൽ തന്നെ, ഓക്കെ, മാക്സിമം രണ്ട് കോക്സുകൾ അത്രയും മാക്സിമം ആക്കിയാൽ തന്നെ അവിടെ വീണ്ടും എന്താ സംഭവിക്കുന്നത്? പുതിയ കോർക്ക് കോമ്പിനേഷൻസ് ഉണ്ടാകും. ഓക്കെ, അങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് മെസോൺസ് ഒക്കെ കിട്ടും. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അല്ലെ, പ്രോട്ടോണെ ഒരു ന്യൂട്രോണിലേക്ക് നമ്മളൊരു ഫോട്ടോൺ ഇടിപ്പിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്രോട്ടോണും ഒരു മിസോണും കിട്ടുന്നുണ്ട് അല്ലെ. ദാറ്റ് മീൻസ് എന്താണ് അത്രയും സ്ട്രെങ്ത് ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ദ കോക്സ്. ഓക്കെ, നൗ യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. എന്താണ്? ഫെയ്മൻ ഡയഗ്രാം ആണ്. ഇവിടെ നോക്കിയേ, സ്ട്രോങ് ഇന്ററാക്ഷന്റെ അല്ലെ, സ്ട്രോങ് ഇന്ററാക്ഷന്റെ ഫെയ്മൻ ഡയഗ്രാം ആണ് ഇത്. സ്ട്രോങ് ഇന്ററാക്ഷന്റെ ഫെയ്മൻ ഡയഗ്രാം ആണ്. ഇവിടെ ഇപ്പോൾ ഉള്ള അപ്കോർക്ക് ഗ്രീൻ കളറാണ് അല്ലെ, ഗ്രീൻ കളറുള്ള അപ്കോർക്കും അതുപോലെ ഈ ബ്ലൂ കളറുള്ള അപ്കോർക്കും. ഓക്കെ, ബ്ലൂ കളറും ഗ്രീൻ കളറുമുള്ള അപ്കോർക്കുകൾ ഇവരെല്ലാം എന്താണ്? പാർട്ടിക്കിൾസ് ആണ്. ആന്റി പാർട്ടിക്കിൾസ് അല്ല. ആന്റി പാർട്ടിക്കിൾസ് ആണെങ്കിൽ എന്തായിരിക്കും? യു ബാർ അല്ലെങ്കിൽ ഗ്രീൻ ബാർ അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവരെല്ലാം പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ആരോ നോക്കിയേ, ആരോ ഫ്യൂച്ചറിലോട്ടാണ്. ആരോ ഒക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഈ കണ്ട ഈ ബ്ലൂവിനെയും ഗ്രീനിനെയും തമ്മിൽ എന്താണ് അവരെ ഹോൾഡ് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? അവർക്കിടയിലുള്ള ഈ ഗ്ലൂവോൺ പാർട്ടിക്കിൾ ആണ്. അതായത് അവർക്കിടയിൽ ഒരു ഗ്ലൂവോൺ എക്സ്ചേഞ്ച് നടക്കുന്നു. അതാണ് അവരെ തമ്മിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? അവിടെ സ്ട്രെങ്തൻ ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് അല്ലെ. അങ്ങനെ ആ ഗ്ലൂവോൺ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെന്തായി? ഈ ഗ്രീൻ യു എന്താണ്? ഗ്രീൻ അപ്പ് കോർക്ക് എന്തായി മാറി? ബ്ലൂ അപ്പ് കോർക്കായിട്ടും അതുപോലെ ബ്ലൂ അപ്പ് കോർക്ക് എന്തായിട്ട് മാറി? ഗ്രീൻ അപ്പ് കോർക്കായിട്ടും മാറി അല്ലെ. ആയിട്ടും എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു.
ഓക്കെ, ഇത് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷൻ നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? ദിസ് ഇസ് QED ആൻഡ് ദിസ് ഇസ് QCD. ഓക്കെ, ക്വാണ്ടം ക്രോമോ, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ക്രോമോ മീൻസ് വാട്ട്? കളർ അല്ലെ. ക്രോമോ മീൻസ് വാട്ട്? കളർ. സോ അതാണ് ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സ്. മറ്റേത് ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ്. ഒറ്റ ചെയ്തോളൂ. എന്താണ്? ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സിലാണെങ്കിൽ ചാർജ് ആണ് അല്ലെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്താണ്? ഇലക്ട്രിക് ചാർജ് ആണ്. ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സിലോട്ട് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ പ്രോപ്പർട്ടി അവിടെ എന്താണ്? കളർ ആണ് അല്ലെ. കളർ ഫോഴ്സ്, കളർ ചാർജ് എന്നൊക്കെ അതിനെ പറയും അല്ലെ. ചാർജിലാണെങ്കിൽ നമുക്ക് രണ്ട് ചാർജുകൾ, പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആവാം. ബട്ട് ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സിലോട്ട് വരുമ്പോൾ നമുക്ക് വി ഹാവ് 3 കളേഴ്സ് ആൻഡ് ദെയർ ആന്റി കളേഴ്സ് അല്ലെ. റെഡ്, ഗ്രീൻ, ബ്ലൂ, ആൻഡ് ദെൻ ആന്റി റെഡ്, ആന്റി ഗ്രീൻ ആൻഡ് ആന്റി ബ്ലൂ. ഓക്കെ, ദെൻ QCDയിലാണെങ്കിൽ അവിടുത്തെ എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾ എന്താണ്? ഇറ്റ് ഈസ് എ ഗ്ലൂവോൺ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ സ്പ്രിങ്. അതൊരു എന്താണ്? സ്പ്രിങ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്ററാക്ഷനിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഫോട്ടോൺ ആണ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ വേവ് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, സോ ഇത്രയും ബേസിക് ആയിട്ട് നീ എന്താണ് ഇത്രയും അറിഞ്ഞിരിക്കണം. ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സ് എന്തുകൊണ്ടാണ് അത് വരാനുള്ള ഒരു കാരണം അല്ലെ. ദാറ്റ് മീൻസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഒമേഗ മൈനസ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പളിന്റെ ആ ഒരു കേസ് വന്ന സമയത്താണ് അവിടെ ഒരു പുതിയ ക്വാണ്ടം എന്താണ് നമ്പർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി അവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ തമ്മിൽ നമുക്ക് വേണം. അങ്ങനെ എന്ത് ചെയ്യുന്നു? കളർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരും. Now, ഓക്കെ, എന്താണ് ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സും ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? What are the differences between quantum electrodynamics and quantum chromodynamics? Okay, quantum electrodynamics, okay, theory എന്താ പറയുന്നത്? It describes the interaction of charged particles with the electromagnetic field. Yes, അതെന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ഇന്ററാക്ഷൻ ആണ് എവിടെയുള്ള? ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലുള്ളത്. Then quantum chromodynamics എന്ന് പറയുന്നത് it describes the strong force interaction between the subatomic particles. That means COX അല്ലെ, കോക്സുകൾക്കിടയിലുള്ള സ്ട്രോങ് ഇന്ററാക്ഷൻ അല്ലെ, അവിടെ നടക്കുന്ന എക്സ്ചേഞ്ച് ഇന്ററാക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്ന ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് എന്ന് പറയും. ഇനി ഇന്ററാക്ഷൻസ്, ഇവിടെ നടക്കുന്ന ഇന്ററാക്ഷൻസ് എന്താണ്? QEDയിൽ നടക്കുന്ന ഇന്ററാക്ഷൻസ് ആരൊക്കെ തമ്മിലാണ്? ബിറ്റ്വീൻ എന്താണ്? പാർട്ടിക്കിൾസ് അല്ലെ, ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓർ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ലെ. ഓക്കെ, ലൈറ്റ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇതുപോലെ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസുകൾക്കിടയിലാണ് ഇത് നടക്കുന്നത്, ഈ ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സിൽ ഇന്ററാക്ഷൻ നടക്കുന്നത്. ദെൻ ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സിലാണെങ്കിൽ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മേ ബി ചാർജ്ഡ് ഓർ അൺചാർജ്, ബിറ്റ്വീൻ ചാർജ്ഡ് ഓർ അൺചാർജ്ഡ് പാർട്ടിക്കിൾ ആവാം. ദാറ്റ് മീൻസ് വി നോ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ എന്തുണ്ട്? അവര് ന്യൂക്ലിയസിന്റെ അകത്ത് ന്യൂക്ലിയോൺസ് എന്താണ്? ന്യൂക്ലിയോൺസ് ആയിട്ട് അവർ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക്, അതായത് പ്രോട്ടോൺ എന്ന് പറയുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്, ന്യൂട്രോൺ എന്ന് പറയുന്നത് ഒരു ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ ആണ് അല്ലെ, ന്യൂട്രൽ പാർട്ടിക്കിൾ ആണ്. സോ എന്താണ്? ഇവര് ഈ രണ്ട് പാർട്ടിക്കിൾസും ഇറ്റ് ഈസ് കോമ്പോസ്ഡ് ഓഫ് 3 കോക്സ്. ഏതൊക്കെയാണ്? 2 അപ്പ് കോർക്ക്, 1 ഡൗൺ കോർക്ക്. ന്യൂട്രോൺ ആണെങ്കിൽ 1 അപ്പ് കോർക്ക്, 2 ഡൗൺ കോർക്ക് അല്ലെ. അപ്പൊ ഇങ്ങനെ എന്താണ്? ഇവർക്കിടയിലുള്ള ഇന്ററാക്ഷൻസ് പറയാനും ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ക്വാണ്ടം ക്രോമോഡൈനാമിക്സിനാണ് പറയുന്നത്. ഇനി എക്സ്ചേഞ്ചേഴ്സ് എന്താണ്? നോക്കിയേ, ഇവിടെ എന്താണ്? പാർട്ടിക്കിൾസ് ആൻഡ് അവിടെ എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫോട്ടോൺ ആണ്. ദെൻ ഹിയർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഗ്ലൂവോൺ. ഓക്കെ, ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സിലാണെങ്കിൽ ഗ്ലൂവോൺ ആണ്. ദെൻ ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സിലാണെങ്കിൽ ഫോട്ടോൺ ആണ്. ദെൻ ഫോഴ്സ്, ഇവിടെയുള്ള ഫോഴ്സ് എന്താണ്? ഇറ്റ് ഈസ് ബിൽറ്റ് അപ്പോൺ ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ആൻഡ് ദെൻ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ദ സ്ട്രോങ് ഫോഴ്സ് അല്ലെ. ഏതിലെ? ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സിൽ അത് എന്താണ്? സ്ട്രോങ് ഫോഴ്സ് ആണ്. ഓക്കെ, സോ ഒരു ടോട്ടൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്?
കോക്സുകൾ നമ്മൾ പറഞ്ഞു, ദേ ആർ ദ ഫണ്ടമെന്റൽ എൻറ്റിറ്റീസ് ദാറ്റ് ബിൽഡ് അപ്പ് ദ ഹാഡ്രോൺ പാർട്ടിക്കിൾസ് അല്ലെ. കോർക്ക് കൺഫൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണ്, ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു കോക്സുകൾ അത്രയും അവർക്കിടയിലുള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവാൻ അല്ലെങ്കിൽ സ്ട്രോങ് ഫോഴ്സ് ഉണ്ടാവാൻ കാരണം എന്താണ്, ദാറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഗ്ലൂൺ. ആ ഗ്ലൂണിന്റെ എക്സ്ചേഞ്ച് എന്താണ് ഇങ്ങനെ അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇന്ററാക്ഷൻ, ആ ഒരു സ്ട്രോങ് ഇന്ററാക്ഷൻ ആണ് അവരെ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത. കാരണം അവരുടെ ഫോഴ്സ് എങ്ങനെയാണ്, സംതിങ് ലൈക്ക് സ്പ്രിങ് അല്ലെ, ഇലാസ്റ്റിക്. അത് സ്ട്രെച്ച് ചെയ്യുന്നതോറും അവർക്കിടയിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യാണ്, സ്ട്രെങ്തൻ ചെയ്ത് വരികയാണ് അല്ലെ. എത്രത്തോളം നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന അത്രത്തോളം അവർക്കിടയിലുള്ള ഫോഴ്സ് വീണ്ടും എന്ത് ചെയ്താണ്, സ്ട്രെങ്തൻ ചെയ്ത് വരികയാണ്. ദാറ്റ് മീൻസ് വി കാൺട്ട് ഐസൊലേറ്റ് എ സിംഗിൾ കോർക്ക് അല്ലെ. അപ്കോർക്ക് എന്ന് പറയുന്ന അപ്കോർക്കിന് നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് കിട്ടില്ല. ദാറ്റ് മീൻസ് എന്താണ്, ഐസൊലേഷൻ ഓഫ് കോർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലെ. ദാറ്റ് ഈസ് കോർക്ക് കൺഫൈൻമെന്റ്. അപ്പൊ കോർക്ക് കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ക്വാണ്ടം ക്രോമോഡൈനാമിക്സ്. സോ ഓക്കെ, സോ നമ്മളിപ്പോ കോക്സ് എന്താന്ന് പറഞ്ഞു, അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോക്സ് പറഞ്ഞു, അവരുടെ ചാർജ് പറഞ്ഞു, ദെൻ അവരുടെ കളേഴ്സ് അല്ലെ, ഏതൊക്കെ കളേഴ്സിൽ അത് വരാം, വിത്ത് ദയർ ആന്റി കളേഴ്സ്. ദെൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് അല്ലെ, ക്വാണ്ടം ക്രോമോഡൈനാമിക്സിലോട്ട് എങ്ങനെയാണ് എത്തുന്നത് അല്ലെ, എങ്ങനെയാണ് എത്തുന്നത്. ദെൻ എന്താണ്, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ്. അത് വെച്ച് ഈ ഒരു ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ്, ആദ്യം ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് നോക്കാം. അത് വെച്ചിട്ട് അതിനെ സിമിലർ ആയിട്ട് അനലോഗ് ആയിട്ട് പഠിച്ചു വന്നാൽ സിമ്പിൾ ആണ്. ഇവിടെ ഇലക്ട്രിക് ചാർജ്, ഇവിടെ എന്താണ് കളർ അല്ലെ. ആ ഒരു ദെൻ അവിടെ ആണെങ്കിൽ ഫോട്ടോൺ ആണ് എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ, ഇവിടെ ആണെങ്കിൽ എന്താണ് ഗ്ലൂൺ ആണ് എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ. ഓക്കെ, അത് നടക്കുന്നത് ആർക്കിടയിലൊക്കെയാണ്, ഓക്കെ, ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇലക്ട്രോൺ പോസിട്രോൺ അതുപോലെ. ദെൻ ഇത് നടക്കുന്നത് എന്താണ്, നമ്മളുടെ കോക്സുകൾക്കിടയിൽ അല്ലെ. സോ ഇത് സെക്കൻഡ്. ഓക്കെ, ഇപ്പോ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ എന്താണ്, പ്രോട്ടോൺ എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു കോർക്ക്, വീണ്ടും ഒരു അപ്പ് കോർക്ക്, ദെൻ ഒരു ഡൗൺ കോർക്ക്. ദാറ്റ് മീൻസ് എന്താണ്, ബ്ലൂ റെഡ് ഗ്രീൻ 3 കളേഴ്സും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ ഫോഴ്സ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ഇവർക്കിടയിൽ ഈ ഗ്ലൂ ഓൺ കണ്ടോ, ഇങ്ങനെ സ്പ്രിങ്, ഇവർക്കിടയിൽ ഇങ്ങനെ ഈ ഒരു സ്പ്രിങ് എപ്പോഴും ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ആ ഗ്ലൂ ഓൺ, ആ ഫോഴ്സ്, സ്ട്രോങ് ഫോഴ്സ് അല്ലെ, ആ ഒരു സ്ട്രോങ് ഫോഴ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. ആൻഡ് ബൈ എക്സ്ചേഞ്ചിങ് ദാറ്റ് ഗ്ലൂ ഓൺ പാർട്ടിക്കിൾ. സോ about the quantum chromodynamics. Thank you.